بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم على نبينا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വ്യാഴാഴ്ചത്തെ തഫ്സീർ ക്ലാസിൻ്റെ തുടക്കമാണ് ഇന്ന്. അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും വിശദീകരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ തഫ്സീറിൻ്റെ അഥവാ ഇതുപോലെയുള്ള പഠന ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നതിൻ്റെ പ്രാധാന്യം, ദീനീ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ സ്ഥാനം എന്നീ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിലാണ്. നമ്മുടെ പഠനത്തിൻ്റെ രീതി ചെറിയ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠന രീതി തിരഞ്ഞെടുക്കപ്പെട്ട ചില ആയത്തുകൾ വിശദീകരിക്കുക, അതിന് തഫ്സീർ പഠിക്കുക എന്നതാണ് നമ്മുടെ പഠന രീതി. അതായത് ഖുർആനിൽ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട്. പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യാറുള്ള, ഇമാമുകൾ പാരായണം ചെയ്തത് നമ്മൾ കേൾക്കാറുള്ള മഹത്തായ ആയത്തുകൾ. ഹജ്ജിന് മുമ്പ് നമ്മൾ തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ചയിൽ ആയത്തുൽ കുർസി, അത് പൂർണ്ണമായി വിശദീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു തുടക്കമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ തഫ്സീറിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത് ഖവാതീമുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പഠിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വ്യാഴാഴ്ചത്തെ തഫ്സീറിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. ഹജ്ജിന് മുമ്പ് നമ്മൾ തഫ്സീർ പഠിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഹിജ്റ 774 മരണപ്പെട്ട പ്രസിദ്ധ തഫ്സീർ പണ്ഡിതൻ്റെ തഫ്സീർ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പഠന രീതി അല്പം വ്യത്യാസം. ഇബ്നു കസീർ മാത്രമല്ല, ഇബ്നു കസീർ പോലെ തന്നെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ മറ്റു തഫ്സീർ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് അറിയപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇമാം തബരിയുടെ തഫ്സീർ ഗ്രന്ഥം. ഇമാം തബരി ഹിജ്റ 310 മരണപ്പെട്ട അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതനാണ്. അദ്ദേഹത്തെ തഫ്സീർ ഗ്രന്ഥം ജാമിഉൽ ബയാൻ അൻ തഅ്വീലി ആയൽ ഖുർആൻ. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമാം ഖുർത്തുബി ഹിജ്റ 671 മരണപ്പെട്ടതാണ്. അദ്ദേഹത്തെ തഫ്സീർ ഗ്രന്ഥം അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ.
അതുപോലെ തഫ്സീറുർ റാസി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇമാം റാസി ഹിജ്റ 606 മരണപ്പെട്ടു. അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥം മഫാതീഹുൽ ഗൈബ്. അതുപോലെ തന്നെ ഇബ്നു കസീർ, നിങ്ങൾ നേരത്തെ കേട്ട ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ. അങ്ങനെ നിരവധി തഫ്സീർ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലളിതമായ രീതിയിൽ വിശദമായി നമുക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. കാരണം പലരും പല നിലക്ക് അറബി ഭാഷയുമായി ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പഠന രീതി. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം നൽകിക്കൊണ്ട് പണ്ഡിതന്മാരെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകിക്കൊണ്ടുള്ള പഠന രീതി. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ പല കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, ലോകത്ത് തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരെ അവലംബിച്ച ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തഫ്സീർ പഠിക്കുക. അതുപോലെ തന്നെ അറബി ഭാഷയുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. അറബി ഭാഷയിലൂടെ ഗ്രന്ഥങ്ങൾ എപ്രകാരം വായിക്കാം, എങ്ങനെയാണ് ആ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ അർത്ഥം പഠിക്കേണ്ടത്, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അവരുടെ ശൈലിയും അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങളുമെല്ലാം ഈ തഫ്സീർ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരും പ്രബോധകന്മാരും പൂർവ്വകാലത്ത് പ്രത്യേകിച്ച് ജീവിച്ചിരുന്ന സഹാബി വര്യന്മാരെ അവരെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. കാരണം പലപ്പോഴും നമ്മൾ സഹാബത്തുകളെ കുറിച്ച്, മുൻകാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. അപ്പം അവരെക്കുറിച്ച് ചെറിയ രീതിയിലാണെങ്കിലും അറിയാൻ സാധിക്കുന്ന വിധത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പഠന രീതിയിലൂടെ നമുക്കതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. പിന്നെ തഫ്സീറിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭത്തിൽ തന്നെ ഈ തഫ്സീർ ചെയ്യപ്പെടുന്ന ആയത്തുകൾ പാരായണം ചെയ്യും. അങ്ങനെ പാരായണത്തിലൂടെ നമുക്ക് പാരായണവും വിശദീകരണവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അപ്പം തുടക്കത്തിൽ ആയത്തുകൾ പാരായണം ചെയ്യും. പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ തിരുത്തും ഇൻഷാ അല്ലാഹ്. പിന്നെ പാരായണം ചെയ്യാൻ 2-3 അവസരങ്ങൾ കൊടുക്കും. കൂടുതൽ അവസരങ്ങൾ കൊടുക്കാനും സമയമില്ല. മിക്ക സമയവും ഈ തഫ്സീർ പഠിക്കാൻ ഉള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖവാതിമുൽ ബഖറ, ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളിൽ പെട്ട 2 ആയത്തുകളാണ് ഖവാതിമുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങൾക്കാണ് ഖവാതിമുൽ ബഖറ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പാരായണം നമ്മൾ ആദ്യം ഈ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ഒരുമിച്ച് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله
لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا പാരായണം ഒരുമിച്ചായില്ല. എല്ലാവരും ശ്വാസം പിടിച്ചുകൊണ്ട് ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുമിച്ച് വായിക്കാൻ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ രണ്ട് ആയത്തുകൾ തഫ്സീറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് അവസരങ്ങൾ നൽകുന്നതാണ്. ആദ്യം പാരായണം ചെയ്യുക? മൈക്കുണ്ട്. بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. നല്ല പാരായണമായിരുന്നു. നിയമങ്ങൾ ഏകദേശം പാലിച്ചുകൊണ്ടുള്ള പാരായണം. അടുത്ത അവസരം എല്ലാവരും മുന്നോട്ട് വരണം.
من الشيطان الرجيم بسم الله الرحمن الرحيم അവിടെ റാക്ക് കുറച്ച് ഷദ്ദുണ്ടല്ലോ. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل അവിടെ നിർത്തുക. അതായത് ഇങ്ങനെ അടയാളങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നിർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ വൽ മുഅ്മിനൂൻ അതിൻ്റെ മേലെന്തുണ്ട്? ജീം എന്ന അടയാളമുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ജായിസുൽ വഖഫി. അവിടെ നിർത്തൽ, വിരാമം വഅലൈക്കും അസ്സലാം അനുവദനീയമാണ്. അപ്പോൾ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. നിർത്തുക. ഒന്നും കൂടി. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله അവിടെ നിർത്തുകയാണെങ്കിൽ ഹറക്കത്ത് കൊണ്ട് നിർത്താൻ പാടില്ല. വറുസുലിഹി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പാടില്ല. വറുസുലി കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വറുസുലിഹി كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. എവിടൊക്കെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും അവിടൊക്കെ നിർത്തുക. അതായത് നിർത്താൻ പറ്റുന്ന അവസരങ്ങളിൽ നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ശ്വാസം കിട്ടുള്ളൂ. ഇപ്പൊ നോക്കി നിങ്ങൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി അവിടെ നിർത്തുക. അതുപോലെ തന്നെ സിലി കിലി എവിടെയാണെങ്കിൽ നിർത്താം. വഖാലു സമിഅന വഅതഅന നിർത്തുക. غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا. ഒന്നും കൂടിയും അവിടെ മണിക്കേണ്ടതുണ്ട്. റബ്ബന ലാ തുആഖിദ്നാ അവിടെ ദീർഘിപ്പിക്കണം. പിന്നെ ഇന്ന അവിടെ എന്താണ്? അവിടെ മണിക്കണം. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به. അവിടെ മണിക്കേണ്ടതാണ്. തുഹമ്മിൽന മീമിന്റെ മേലെ എന്ത് വന്നു? ഷദ്ദ് വന്നു. റബ്ബന വലാ തുഹമ്മിൽന ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا. അവിടെയും മണിക്കണം. വഅഫു അന്ന واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അവിടെ രണ്ട് സ്ഥലത്തും മണിക്കണം. അൻത മൗലാന ഫൻസുർന. അൻത എന്ന വാക്കും ഫൻസുർന എന്ന വാക്കും ഒന്നും കൂടി. അൻത مولانا فانصرنا على القوم الكافرين. ഒന്നും കൂടി ലാസ്റ്റ് ഫൻസുർന على القوم الكافرين. ഏതായാലും അഹ്സൻത് ബാറക്കല്ലാഹു ഫീക്. തുടക്കം എന്ന നിലക്ക് മാഷാ അല്ലാഹ് ഉച്ചാരണം കുഴപ്പമില്ല. കുറച്ചും കൂടിയും തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ പാരായണം മെച്ചപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 2 ആയത്തുകളുടെ പാരായണത്തിൻ്റെ ഭാഗം. ഏതായാലും ഇങ്ങനെ അബദ്ധങ്ങൾ വരുമ്പോൾ ഈ ശ്രോതാക്കൾക്ക് ഈ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാകാനും പാരായണം മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കണം. അല്ലാതെ അബദ്ധങ്ങൾ പറയുക എന്നല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് അതിലൂടെ നമുക്ക് നമ്മുടെ പാരായണം മെച്ചപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെ ഖുർആനിലെ പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ് നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
അതിൻ്റെ പ്രാധാന്യം ഇൻഷാ അല്ലാഹ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാകും. ആദ്യം തന്നെ ഫദ്ലുഹ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ ശ്രേഷ്ഠത. ഒരു കാര്യത്തിൻ്റെ ഫദ്ല്, അള്ളാഹുവിൻ്റെ മഹദായ ഫദ്ല് എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ? പല മൗലവിമാരും പ്രസംഗത്തിലൂടെ പറയാറുള്ള ഒരു പദമാണ് മഹദായ ഫദ്ല്. പറയുമ്പം അള്ളാഹുവിൻ്റെ, അതായത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഫദ്ൽ ഇല്ലെങ്കിൽ, നമുക്ക് അനുഗ്രഹമില്ലെങ്കിൽ ഒന്നും നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. ഏതിൻ്റെ ശ്രേഷ്ഠത? ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം എന്താകുന്നു? ആ പ്രാധാന്യം നിശ്ചയിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഗവേഷണത്തിൻ്റെ മേഖലയല്ല, മറിച്ച് അതെന്താണ്? അതിൻ്റെ ഫദ്ല് തീരുമാനിക്കുന്നത് വഹിയാണ്. വഹി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തോ. സുന്നത്തും വഹിയാണോ? സുന്നത്തും വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അൻ അബി മസ്ഊദ് അൽ അൻസാരി. ഒരുമിച്ച് വായിക്കുക. ഒന്നും കൂടി. അൻ അബി മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു قال قال النبي صلى الله عليه وسلم من قرأ بالآيتين من آخر سورة البقرة في ليلة كفتاه رواه البخاري ومسلم. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അറിയപ്പെട്ട ഹദീസാകുന്നു. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ട, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്തത്. ആരാണ് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു? താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഉഖ്ബത്ത് ഇബ്നു അംർ അൽ അൻസാരി അൽ ബദ്രി. അദ്ദേഹം ഹിജ്റ 40 മുമ്പോ ശേഷമോ ആണ് മരണപ്പെട്ടത്. ഈ പണ്ഡിതന്മാരുടെയും സഹാബിമാരുടെയും ചരിത്രം പറയുമ്പോൾ പ്രധാനമായും നമ്മൾ അവലംബിക്കാറുള്ള ഗ്രന്ഥം ആണ് തഖ്രീബു തഹ്ദീബ്. തഖ്രീബു ഇബ്നു കസീർ പഠിച്ചപ്പോഴും അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരി ഹദീസ് നമ്മൾ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഉദ്ധരിക്കാറുള്ള ഗ്രന്ഥമാണ് തഖ്രീബു തഹ്ദീബ്. അതിൻ്റെ രചയിതാവ് ആരാണ്? ഓർമ്മയുണ്ടോ? തഖ്രീബു തഹ്ദീബിൻ്റെ രചയിതാവ് ഇവിടെ ഇമാം അല്ല, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ് തഖ്രീബു തഹ്ദീബിൻ്റെ മുഅല്ലിഫ്. തഖ്രീബു തഹ്ദീബ് എന്ന് പറയുമ്പം ഈ ഹദീസ് ക്രോഡീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എത്രയാണ്? 6 ഗ്രന്ഥങ്ങളാണ്. അൽ കുതുബു സിത്ത എന്ന് പറയും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും. പിന്നെ ബാക്കി എത്ര ഗ്രന്ഥങ്ങളുണ്ട്? 4 ഗ്രന്ഥങ്ങൾ. ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ. ഈ 4 ഇമാമിയങ്ങളും രചിച്ച ഗ്രന്ഥങ്ങൾ. ഇതിന് പറയും അസ്സുനനുൽ അർബ. അസ്സുനനു അൽ അർബ, 4 സുനനുകൾ. ഈ 6 ഗ്രന്ഥങ്ങൾ ഒരുമിച്ചാൽ അൽ കുതുബു അസ്സിത്ത എന്ന് പറയും. പറഞ്ഞു വരുന്നത് അസ്സിഹാഹു സിത്ത എന്ന പ്രയോഗം ശരിയല്ല. കാരണം ഇതിൽ 2 ഗ്രന്ഥങ്ങൾ മാത്രമാണ് സഹിഹായത്. ബാക്കിയുള്ള 4 ഗ്രന്ഥങ്ങൾ എന്തല്ല? സിഹാഹല്ല എന്ന് ചില പണ്ഡിതന്മാർ, ഇപ്പോൾ സദ്ദീഖ് ഹസൻ ഖാൻ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് സൂക്ഷ്മമായ പ്രയോഗമല്ല. അൽ കുതുബു സിത്ത എന്ന് പറയുന്നതാണ് നല്ലത്. ചിലർ പറയാറുണ്ട് അഖ്റജഹുൽ ജമാഅ. അഖ്റജഹുൽ ജമാഅ എന്ന് പറയും. 6 പണ്ഡിതന്മാർ ഒരുമിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് എന്ന് പറയും അഖ്റജഹുൽ ജമാഅ. പറഞ്ഞു വരുന്നത് അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അദ്ദേഹം അൻസാരിയാണെന്ന് പറഞ്ഞാൽ മദീന നിവാസിയാണ്. അൽ ബദ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ബാഹ്യാർത്ഥം എന്താണ്? ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബി. എന്നാൽ പണ്ഡിതന്മാർ ഇദ്ദേഹം ചരിത്രത്തിൽ പറയുന്നു ഇദ്ദേഹം ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ബദ്റിന്റെ അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബദ്രി എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ?
അദ്ദേഹം ഹിജ്റ 40 മുമ്പോ ശേഷമോ, അപ്പോൾ കൃത്യമായി എത്രയാണെന്ന് പണ്ഡിതന്മാർക്ക് അറിയുകയില്ല. ഇപ്രകാരം ചുരുക്കത്തിൽ തഖ്രീബിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ച ചരിത്രമാണ്. വിശദമായിട്ട് പഠിക്കണമെങ്കിൽ സഹാബത്തുകളുടെ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അൽ ഇസാബ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. ഏതായാലും അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖറഅ ബിൽ ആയതൈനി, ആര് പാരായണം ചെയ്തോ, എന്ത്? ബിൽ ആയതൈൻ, 2 ആയത്തുകൾ, മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം. സൂറത്തുൽ ബഖറയിലെ അവസാനത്തിൽ 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ വല്ലവനും പാരായണം ചെയ്താൽ, ഫീ ലൈലത്തിൻ, എപ്പോൾ പാരായണം ചെയ്താൽ? ഫീ ലൈലത്തിൻ, രാത്രി സമയത്ത്, കഫതാഹു, ആ 2 ആയത്തുകളും അവന് രക്ഷ നൽകും, അല്ലെങ്കിൽ അത് തുല്യമാകുന്നു, പകരമാകുന്നു, ഫലമാകുന്നു. ഏതിന് പകരമാകുന്നു? അതെല്ലാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 2 ആയത്തുകൾ ഓതിയാൽ, ഈ 2 ആയത്തുകൾ മാത്രം അവന് മതി ആ രാത്രി എന്ന അർത്ഥമാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുക. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പല കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കഫതാഹു എന്ന പദത്തിന് 2 അർത്ഥമാണ് പണ്ഡിതന്മാർ പ്രധാനമായി നൽകിയിട്ടുള്ളത്. ഒന്നുകിൽ രക്ഷ നൽകി, അല്ലെങ്കിൽ പകരമായി എന്നർത്ഥം. പകരമായി എന്ന് പറയുമ്പോൾ വേറൊരു റിവായത്തിലുണ്ട്, രാത്രിയിലെ നമസ്കാരത്തിന് പകരം. അതായത് ഒരാള് രാത്രി സമയത്ത് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ ആ രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിച്ച ഫലമാണ് അവൻ ലഭിക്കുക എന്ന് വരെ റിപ്പോർട്ടുകളുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം. അപ്പൊ അതിന്റെ ഷർഹായ ഫത്ഹുൽ ബാരിയിലും ഇമാം നവവി അദ്ദേഹം ഷർഹിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഒന്നുകിൽ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഖിയാമുൽ ലൈല് നമസ്കരിച്ചതിന്റെ ഫലം അവന് ലഭിക്കും. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തതിന്റെ, ഒരാൾ രാത്രി ഖുർആൻ പാരായണം ചെയ്തില്ല, ഈ 2 ആയത്തുകൾ ഓതിയാലോ, ആ രാത്രി ഖുർആൻ പാരായണം ചെയ്തതിന്റെ ഫലം അവന് ലഭിച്ചു. ഇതാണ് ഉപകരിക്കുക, അല്ലെങ്കിൽ ഫലിക്കുക, പകരമാകുക എന്നൊക്കെ അർത്ഥം കൊടുത്താലുള്ള മാനകൾ. രണ്ടാമത്തെ അർത്ഥം എന്താണ്? രക്ഷ നൽകുന്നു, ആപത്തുകളിൽ രക്ഷ നൽകും. അതായത് ഒരാൾ രാത്രിയിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാ ആപത്തിൽ നിന്നും അവനെ രക്ഷിക്കും. പണ്ഡിതന്മാർ പറയുന്നു, മാത്രമല്ല വേറെ റിപ്പോർട്ട് അനുസരിച്ച് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവനെ അള്ളാഹു രക്ഷിക്കും. നോക്കൂ നിങ്ങൾ, 2 ആയത്തുകൾ പലരും കാണാതെ പഠിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ 2 ആയത്തുകളും കാണാതെ ചൊല്ലിക്കും. അപ്പൊ എല്ലാവരും കാണാതെ പഠിച്ചു വരണം. കാരണം എല്ലാ ദിവസവും രാത്രി നമ്മൾ പാരായണം ചെയ്യേണ്ട 2 ആയത്തുകളാണ്. ഇതിന്റെ പ്രധാനം ഇനിയും അടുത്ത ഹദീസിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അത്രക്കും പ്രധാനപ്പെട്ട ആയത്താണത്. ഖവാത്തിമുൽ ബഖറ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് ഒരു സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ 2 ആയത്തുകളാണത്. ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച നമുക്കില്ല. നമ്മൾ ഒരു വീഴ്ച വരുത്താൻ പാടില്ല. എല്ലാ രാത്രിയും നമ്മൾ പാരായണം ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം. പഠിക്കാത്തവർ, മനഃപ്പാടമാക്കാത്തവർ അത് മനഃപ്പാടമാക്കി ആ പാരായണത്തിൽ നിന്ന് പാരായണത്തിൽ നമുക്ക് സംഭവിക്കാറുള്ള അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അറിയപ്പെട്ട പാരായണക്കാരുടെ പാരായണം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ പാരായണം മെച്ചപ്പെടുത്തുക എന്നെല്ലാം ഈ സമയത്തിൽ ഉണർത്തുന്നു. ഇതിന്റെ ചുരുക്കത്തിൽ നമുക്ക് അർത്ഥം മനസ്സിലായല്ലോ. മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. എല്ലാ ആപത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം രാത്രി നമസ്കാരത്തിന് തുല്യമാകുന്നു ഈ 2 ആയത്തുകൾ എന്നൊക്കെ
റിപ്പോർട്ടുകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും. ഇബ്നു ഹജർ അസ്ഖലാനിയും ഇമാം നവവിയും പറയുന്നു ഈ എല്ലാ അർത്ഥങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനിയും ശർഹു സഹീഹ് മുസ്ലിമിൽ ഇമാം നവവിയും ഈ എല്ലാ അർത്ഥത്തിനും സാധ്യതയുണ്ട് എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാ അർത്ഥവും ശരിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഹദീസാകുന്നു, അഥവാ 2 ആയത്തുകളാകുന്നു ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. വഅൻ അബീ ദർറിൻ, ഒരുമിച്ച് വായിക്കുക. വഅൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم أعطيت خواتيم سورة البقرة من كنز تحت العرش ولم يعطهن نبي قبلي رواه أحمد في المسند قال الألباني في سلسلة الأحاديث الصحيحة إسناده صحيح على شرط مسلم. وعن أبي ذر, അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് പലർക്കും അറിയുകയില്ല. അതും കൂടി നമുക്കിന്ന് പഠിക്കാം. ഒന്നാമത്തെ ഫുട്നോട്ടിൽ നോക്കുക. ജുൻദുബ് ഇബ്നു ജുനാദ അൽ ഗിഫാരി, അതാണ് അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പള്ളിയുടെ പേരെന്താണ്? അബൂ ദർ അൽ ഗിഫാരിയുടെ മസ്ജിദു അബീ ദർ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജുൻദുബ് ഇബ്നു ജുനാദ. പല അഭിപ്രായങ്ങളുമുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് തഖ്രീബു തഹ്ദീബിൽ പറയുന്നു ഏറ്റവും സഹീഹായ അഭിപ്രായം ഇതാകുന്നു. ഏത്? ജുൻദുബ് ഇബ്നു ജുനാദ, ഇതാകുന്നു അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുനിയത്താകുന്നു അബൂ ദർ. അദ്ദേഹത്തിന്റെ ഗോത്രപ്പേരാകുന്നു അൽ ഗിഫാരി. ഗിഫാർ എന്ന ഗോത്രത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ അൽ ഗിഫാരി, അൽ ഗഫാരി അല്ല, അൽ ഗിഫാരി. ഗൈന് കസ്റും ഫാക്ക് ഫത്ഹും ഷദ്ദില്ലാതെ അൽ ഗിഫാരി, ഗിഫാർ ഗോത്രം. ഗിഫാർ ഗോത്രക്കാരനായ ജുൻദുബ് ഇബ്നു ജുനാദ അബൂ ദർ റളിയല്ലാഹു അൻഹു ആകുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം മരണപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 32. തഖ്രീബു തഹ്ദീബ് പേജ് നമ്പർ 638 ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അറിയാൻ വേണ്ടി പറയുകയാണ്, ജുൻദുബ് എന്ന വാക്കിന് അറബി ഭാഷയിലെ അർത്ഥം വെട്ടുകിളി എന്നർത്ഥം. ഈ ജറാദിന് അറബി പറയാം, മലയാളത്തിൽ പറയാം വെട്ടുകിളിയല്ലേ ജറാദിന്. അപ്പൊ അതാണ് ജുൻദുബിന്റെ അർത്ഥം. ഈ ഉസ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹനഷ് സഖീഫ്, അതെ, അതാണ് അർത്ഥം. അതായത് ചെറിയ പാമ്പ്. പാമ്പിന്റെ കുട്ടിക്കാണ് എന്ത് പറയാ? ഉസ്മാൻ എന്ന് പറയാ. ഉസ്മാൻ, മാഷാ അല്ലാഹ്. ഇതൊക്കെ അറബി ഭാഷയിൽ എഴുതപ്പെട്ട നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയ സംഗതിയാണ്. ഇത് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. കാരണം പല പേരുകളുടെയും അർത്ഥം നമുക്ക് അറിയില്ല. വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഉഅതീതു ഖവാതീമ സൂറത്തിൽ ബഖറ. എന്നർത്ഥം ഉഅതീതു, എനിക്ക് നൽകപ്പെട്ടു. ഖവാതീമ, അവസാന ഭാഗങ്ങൾ, അവസാന വചനങ്ങൾ. ഖാതിമന്റെ ബഹുവചനമാകുന്നു ഖവാതീം. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. മിൻ കൻസിൻ തഹ്തൽ അർശ്. ഈ അവസാന വചനങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്നാണ് എടുക്കപ്പെട്ടത്? നോക്കൂ നിങ്ങൾ. മിൻ കൻസിൻ തഹ്തൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ ഭാഗത്തുള്ള നിധിയിൽ നിന്ന്, കൻസിൽ നിന്നാണ് ഈ വിശുദ്ധ വചനങ്ങൾ എടുക്കപ്പെട്ടത്. അത്രക്കും പ്രാധാന്യമുള്ള ആയത്തുകളാകുന്നു ഇത്.
വലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി, വേറൊരു പ്രാധാന്യം, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും ഈ ആയത്തുകൾ നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകമായ ഒരു സമ്മാനമാകുന്നു ഈ ആയത്തുകൾ. അപ്പോൾ ഇത് ഇങ്ങനെ നൽകപ്പെടുമ്പോൾ ഈ ഉമ്മത്തിന്റെ ഒരു പ്രാധാന്യമുള്ള ഒരു സമ്മാനം എന്ന നിലക്ക് നമ്മൾ ഇതിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് എപ്പോഴും പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ശ്രമിക്കണം. റവാഹു അഹ്മദ് ഫിൽ മുസ്ലിം, ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തു. ഖാല അൽബാനി, ഷെയ്ഖ് അൽബാനി പറയുന്നു, ഇസ്നാദുഹു സഹീഹുൻ അലാ ശർത്തി മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ ഷർത്ത് ഒത്ത സഹീഹായ ഇസ്നാദാകുന്നു ഇത്. എന്താണ് അലാ ഷർത്തി മുസ്ലിം? ഇമാം മുസ്ലിമിന്റെ, പലപ്പോഴും ഹദീസ് പണ്ഡിതന്മാർ തഖ്രീജ് ചെയ്യുമ്പോൾ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ പരിശോധിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാറുള്ള വാക്കാണ് ഇസ്നാദുഹു സഹീഹുൻ അലാ ശർത്തിൽ ബുഖാരി വ മുസ്ലിം, അല്ലെങ്കിൽ അലാ ശർത്തിൽ ബുഖാരി അല്ലെങ്കിൽ അലാ ശർത്തി മുസ്ലിം. എന്താണ് അതിന്റെ ഉദ്ദേശം? അതായത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച റിപ്പോർട്ടർമാർ, റുവാത്തുകൾ, ആ റുവാത്തുകൾ തന്നെയാണ് ഈ ഹദീസിന്റെ ഇസ്നാദിലുള്ള റിപ്പോർട്ടർമാരും. അപ്പോൾ അവരെന്താണ്? യോഗ്യന്മാരാണ് എന്ന സൂചനയാണ് ഇതിലുള്ളത്. മനസ്സിലായില്ലേ? അതായത് ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ആ ഇസ്നാദിലുള്ള റുവാത്തുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇമാം മുസ്ലിമിന്റെ റുവാത്തുകൾ തന്നെയാണ്, റിപ്പോർട്ടർമാർ തന്നെയാണ് അവരും. അതുകൊണ്ട് തന്നെ എന്തായി മാറി? ഇസ്നാദുഹു സഹീഹുൻ അലാ ശർത്തി മുസ്ലിം എന്ന് പണ്ഡിതന്മാർ പറയും. അപ്പോൾ ഇത് ഈ ആയത്ത്, ഈ രണ്ട് ആയത്തുകൾ ഇത്രയ്ക്കും പ്രാധാന്യമുള്ള ആയത്തുകളാണ്. അതായത് ഈ എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ലഭിച്ചത്? അതും ഹദീസുകളിൽ, വേറെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചുരുക്കിയാണ് രണ്ട് ഹദീസുകൾ ഇവിടെ ഉദ്ധരിച്ചത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ 7ാം ആകാശത്തിലുള്ള ഒരു മരമാകുന്നു. ആ മരത്തിന്റെ അടുക്കൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ, ഇസ്രാ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 3 കാര്യങ്ങൾ, സവിശേഷതകൾ നൽകപ്പെട്ടു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഉഅതിയ സ്വലവാത്തിൽ ഖംസ്, 5 വക്ത് നമസ്കാരങ്ങൾ നബിക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബിക്കും നബിന്റെ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. വഉഅതിയ ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങളും നൽകപ്പെട്ടു. വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈഅൻ അൽ മുഖ്ഹമാത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാകുന്നു എന്ന സവിശേഷതയും നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം, ഇസ്രാ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ ബഹുമാനിച്ചുകൊണ്ട് ഈ ബഖറയിലെ അവസാനത്തെ വചനങ്ങൾ, ആയത്തുകൾ പ്രവാചകന് നൽകി എന്ന ഒരു സവിശേഷത. ഇപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രവാചകൻ മുമ്പ് നൽകപ്പെടാത്ത ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, മൗലിക വിഷയങ്ങൾ, അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങൾ ചുരുക്കത്തിൽ ഉൾക്കൊള്ളുന്ന 2 ആയത്തുകളാകുന്നു ഖവാതീമുൽ ബഖറ. അതായത് പണ്ഡിതന്മാർ പറയുന്നു, ഈ 2 ആയത്തുകളിൽ ഇസ്ലാമിന്റെ ഉസൂലുദ്ദീൻ, മൗലിക വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വിശ്വാസ കാര്യങ്ങളാകുന്നു. ആ വിശ്വാസ കാര്യങ്ങൾ ചുരുക്കി ഈ 2 ആയത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ,
റസൂല്, അള്ളാഹുവിന്റെ ദൂതൻ, പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു. എന്താണോ പ്രവാചകൻ നൽകപ്പെട്ട ആ വേദഗ്രന്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമന വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ വിശ്വാസികളും അതോടൊപ്പം തന്നെ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. നമ്മുടെ ഈ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. പണ്ഡിതന്മാർ ഈ 5 കാര്യങ്ങൾക്ക് എന്താ പറഞ്ഞത്? അൽ ഉസൂലുൽ ഖംസ. അൽ ഉസൂലു അൽ ഖംസ, 5 മൗലിക പ്രധാനപ്പെട്ട സുപ്രധാനമായ വിശ്വാസ കാര്യങ്ങൾ. അൽ ഉസൂലുൽ ഖംസ എന്താണ്? ആമന ബില്ലാഹി, എല്ലാവരും പറഞ്ഞപ്പോൾ ആരൊക്കെപ്പെട്ടു? പ്രവാചകനും പെട്ടു, വിശ്വാസികളും പെട്ടു. ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വ മലായികതിഹി, മലക്കുകളിലും. വ കുതുബിഹി, വേദഗ്രന്ഥങ്ങളിലും. വ റുസുലിഹി, പ്രവാചകന്മാരിലും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തമ്മിൽ ആരിലും നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നില്ല, വ്യത്യാസം കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഖൗലുഹു തആല, ഒരുമിച്ച് വായിക്കുക. ഖൗലുഹു തആല ആമന الرسول بما أنزل إليه من ربه. എന്താണ് ആമന റസൂൽ എന്ന് പറഞ്ഞാൽ? റസൂല് വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, ബിമാ ഉൻസില ഇലൈഹി, അതായത് റസൂലിൽ അവതീർണമായതിൽ, അവതരിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. മിർ റബ്ബിഹി, ആരിൽ നിന്ന് അവതരിക്കപ്പെട്ടു? അള്ളാഹുവിൽ നിന്ന്, റസൂലിന്റെ നാഥനിൽ നിന്ന്, റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ഇതാരാണ് ഈ സർട്ടിഫിക്കറ്റ് ആയ കൊടുക്കുന്നത്? അള്ളാഹുവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസ് ഇമാം തബറി റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഹുഖ്ഖ ലഹു അൻ യുഅ്മിൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബാധ്യതയുണ്ട്, അർഹതയുണ്ട് അപ്രകാരം വിശ്വസിക്കാൻ എന്ന് ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് തഫ്സീർ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. قال الإمام الطبري رحمه الله في جامع البيان عن تأويل آي القرآن. ഇമാം തബരി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായ പ്രധാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥമാകുന്നു ഇമാം തബരി രചിച്ച തഫ്സീർ ഗ്രന്ഥം. ഇമാം തബരി ഹിജ്റ 310 മരണപ്പെട്ടു. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് തഫ്സീർ എഴുതിയത്? 1100 വർഷങ്ങൾക്ക് മുമ്പാണ് തഫ്സീർ എഴുതിയത്. ആ തഫ്സീർ ഗ്രന്ഥം ഇപ്പോൾ എല്ലാ വാള്യവും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. 20ൽ പരം വാള്യങ്ങൾ ഉൾക്കൊള്ളുന്ന തഫ്സീർ ഗ്രന്ഥമാകുന്നു ഇമാം തബരി എഴുതിയ തഫ്സീർ ഗ്രന്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥമാണ് അത്. അദ്ദേഹം പറയുന്നു, യഅനി ബിദാലിക ജല്ല സനാഉഹു, യഅനി ബിദാലിക അർത്ഥമാക്കുന്നു, ബിദാലി ജല്ല സനാഉഹു, അല്ലാഹു തആല സുബ്ഹാനഹു വ തആല അസ്സ വജൽ പോലെയുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളുണ്ടല്ലോ, അതേപോലെയുള്ള ഒരു വാക്കാകുന്നു ജല്ല സനാഉഹു. എന്താ അർത്ഥം? അവനുള്ള സ്തുതി മഹത്തായിരിക്കുന്നു. അപ്പം സുബ്ഹാനഹു വ തആല അസ്സ വജൽ പോലെയുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാകുന്നു, ഒരു വാക്കാകുന്നു ജല്ല സനാഉഹു. യഅനി ബിദാലിക ജല്ല സനാഉഹു. എന്താ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്താണ്? സദ്ദഖർ റസൂലു. വായിക്കുക. സദ്ദഖർ റസൂൽ എന്ന അർത്ഥം റസൂല് സത്യപ്പെടുത്തി, വിശ്വസിച്ചു. യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ റസൂല്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ഫഅഖറ ബിമാ ഉൻസില ഇലൈഹി. ഫഅഖറ എന്ന് വെച്ചാൽ അർത്ഥം അംഗീകരിച്ചു, സമ്മതിച്ചു, വിശ്വസിച്ചു, സ്ഥിരപ്പെടുത്തി, സ്ഥിരീകരിച്ചു എന്നെല്ലാം അർത്ഥം ഇതിനുണ്ട്. ഫഅഖറ ബിമാ ഉൻസില ഇലൈഹി, എന്താണോ പ്രവാചകനെ അവതരിക്കപ്പെട്ടത്,
ആ അവതരിക്കപ്പെട്ട ഗ്രന്ഥത്തെ ആരംഗീകരിച്ചു? പ്രവാചകൻ അംഗീകരിച്ചു. യാനി ഇതൊക്കെ ആരെ ഇബാറത്താണ്? ഇമാം തബരിയുടെ ഇബാറത്താണ്. യാനി ബിമാ ഊഹിയ ഇലൈഹി മിർ റബ്ബിഹി മിനൽ കിതാബ്. എന്താണ് ശബ്ദം എല്ലാവരും ഇങ്ങനെ കുറഞ്ഞു? ആദ്യത്തെ ക്ലാസ് തുടക്കത്തിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഉറക്കം തൂങ്ങിയില്ലേ? നമ്മൾ വളരെ നേരത്തെയാണ് ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നത്. മുമ്പൊക്കെ 11 മണിക്കാണ് ആരംഭിച്ച് പിന്നെ അർദ്ധരാത്രി അവസാനിക്കും. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ്. അതുകൊണ്ട് എല്ലാവരും ആകെ 1 മണിക്കൂർ ക്ലാസ്സുകളും 5 മിനിറ്റ് കൊണ്ട് നിർത്തും ഇൻഷാ അല്ലാഹ്. ബിമാ ഊഹിയ ഇലൈഹി മിർ റബ്ബിഹി മിനൽ കിതാബ്. ബിമാ ഊഹിയ ഇലൈഹി എന്ന് പറഞ്ഞാൽ പ്രവാചകന് വഹി നൽകപ്പെട്ട. ആരിൽ നിന്ന്? റബ്ബിൽ നിന്ന്. മിനൽ കിതാബ്, വേദഗ്രന്ഥം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് വഹി മുഖേന നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. വമാ ഫീഹി മിൻ ഹലാലിൻ വഹറാം. അപ്പോൾ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലടങ്ങിയ ആശയങ്ങൾ, ഹലാല് ഹറാമ്, വിധിവിലക്കുകൾ, രക്ഷാശിക്ഷകളെ കുറിച്ചെല്ലാം വിശ്വസിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഉദ്ദേശം. വമാ ഫീഹി മിൻ ഹലാലിൻ വഹറാം എന്ന അർത്ഥം എന്താണ്? അതിൽ ഉള്ള ഹലാലും ഹറാമും. വഅദിൻ വവഈദ്, അതിലുള്ള രക്ഷ ശിക്ഷയെക്കുറിച്ചും. ഇത് വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. എന്താണ് വാഗ്ദാനം നൽകുക? സ്വർഗത്തെക്കുറിച്ച്. അതെന്താണ്? രക്ഷയാണ്. വഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക. അതിന് അറബി പറയുന്നത് വഈദ്. വഅദുൻ വവഈദ്. വഅംറിൻ വനഹീൻ, വിധിവിലക്കുകൾ. ചുരുക്കത്തിൽ അമ്ർ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? കൽപ്പന, ആജ്ഞ. നഹി എന്ന് പറഞ്ഞാൽ വിലക്ക്. ഇപ്പൊ ഖുർആനിൽ എന്താണ്? വിലക്കുകളുണ്ട്, അതുപോലെ തന്നെ കൽപ്പനകളുണ്ട്. അതെല്ലാം അംഗീകരിച്ച് വിശ്വസിച്ചിരിക്കുന്നു ആര്? പ്രവാചകനും അതുപോലെ തന്നെ സത്യവിശ്വാസികളും. വഗൈരി ദാലിക മിൻ സായിരി മാ ഫീഹി മിനൽ മആനി അല്ലതി ഹവാഹാ. ഈ പറഞ്ഞതല്ലാത്ത മറ്റു ആശയങ്ങളും ഖുർആനിൽ അടങ്ങിയ മറ്റ് അർത്ഥങ്ങളും, ആ അർത്ഥങ്ങളിലും ആര് വിശ്വസിച്ചിരിക്കുന്നു? പ്രവാചകനും വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കം. ഏതായാലും സമയം. ഹവ എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ട, അതിലടങ്ങിയ, അതല്ലാത്ത അതിൽ അടങ്ങിയ ആശയങ്ങളിലും ഈ പറഞ്ഞവർ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കം. ഇപ്പൊ ഹവാ എന്ന് പറയുന്ന അർത്ഥമാണ് ഉൾപ്പെട്ട, അടങ്ങിയ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഏതായാലും ഇവിടെ ക്ലാസ് ചുരുക്കുകയാണ്. ഇൻഷാ അതിന്റെ ബാക്കി ഭാഗം അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ വേറെ നോട്ട് ഉണ്ടാവും. അതൊക്കെ കൂടുതൽ വായിക്കാൻ സമയം 11 മണി കഴിഞ്ഞതുകൊണ്ട് പക്ഷെ എല്ലാവരുടെയും സമയം ഇതൊന്ന് പൂർത്തീകരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ചുരുക്കിയത്. ഖൗലുഹു വൽ മുഅ്മിനൂൻ, വിശ്വാസികളും, ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പം പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു, വൽ മുഅ്മിനൂൻ, വിശ്വാസികളും അതോടൊപ്പം തന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഖാല ഇമാം ഇബ്നു കസീർ ഫി തഫ്സീരിഹി, ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നു കസീറും ഹിജ്റ 774 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ലോക പ്രശസ്ത തഫ്സീർ പണ്ഡിതനാണ് അദ്ദേഹം. കർമ്മശാസ്ത്രത്തിലും തഫ്സീറിലും ഹദീസിലുമെല്ലാം പാണ്ഡിത്യമുള്ള അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തഫ്സീർ. അതുപോലെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ബിദായത്തു വന്നിഹായ, തുടക്കവും ഒടുക്കവും എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീറിൽ എന്താണ് പറഞ്ഞത്? വഖൗലുഹു വൽ മുഅ്മിനൂൻ, ഇവിടെ അൽ മുഅ്മിനൂൻ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്ന് മായ്ച്ചു കളയാം. അപ്പം വൽ മുഅ്മിനൂൻ എന്ന ഈ പദം അത്ഫുൻ അലർ റസൂലി, റസൂൽ എന്ന പദത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ചേർത്ത് പറഞ്ഞതാകുന്നു. ഇങ്ങനെ ഇതിന് അറബി പറയാ അത്ഫ് എന്ന് പറയും.
അത്ഫ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ പറയാണ് ദഖല ഖാലിദുൻ വ അംറുൻ, ഖാലിദും ഈ റൂമിൽ കടന്നു, അതുപോലെ തന്നെ അമ്രും കടന്നു. അപ്പം അമ്ര ഖാലിദിലേക്ക് എന്ത് ചേർത്ത് നമ്മൾ പറഞ്ഞു. അതായത് ഈ കടക്കുക പ്രവേശിക്കുക എന്ന ക്രിയയിൽ ഖാലിദും അമ്രും ഒരുമിച്ചു പ്രവർത്തിച്ചു എന്നാണ് ഇതിന്റെ ചുരുക്കം. അതിന് അറബി ഭാഷയിൽ അതിന് അത്ഫ് എന്നാണ് പറയുക. നഹ്വിന്റെ ഭാഷയിൽ, അറബി ഭാഷാ നിയമങ്ങൾക്ക് എന്താ പറയാ? നഹ്വിന്റെ ഭാഷ എന്ന് പറയും അത്ഫ് എന്ന് ഇതിനെ പ്രയോഗിക്കും. അപ്പോൾ ഖൗലുഹു വൽ മുഅ്മിനൂന അത്ഫുൻ അലർ റസൂൽ, റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞതാകുന്നു ആരെ? മുഅ്മിനൂൻ. അപ്പോൾ വിശ്വാസം എന്ന ഈ ദൗത്യം, ഈ കർമ്മം ആരിലൊക്കെയാണ് ബാധകമാവുന്നത്? റസൂലിനും ബാധകമാണ്, അതുപോലെ തന്നെ വിശ്വാസികൾക്കും ബാധകമാകുന്നു. ثم أخبر عن الجميع, ثم എന്ന് പറഞ്ഞാൽ ശേഷം, അഖ്ബറ അനിൽ ജമീഇ എല്ലാവരെയും കുറിച്ച് അറിയിച്ചു. ആരറിയിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ബറ വിവരം നൽകി. ഫഖാല അങ്ങനെ പറഞ്ഞു, കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി. കുല്ലുൻ എല്ലാവരും, ആരൊക്കെ? പ്രവാചകനും വിശ്വാസികളും. ആമന ബില്ലാഹി വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹുവിലും മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലി. തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ ഒരു വാക്ക് എന്താണ് ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അവിടെ ഉണ്ട്. എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രവാചകനും വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ കൂടെ അവർ പറഞ്ഞു, ഏറ്റുപറയുന്നു എന്ന സംഗതി ഇതിൽ നിന്ന് കാണുകയില്ല. പക്ഷേ അർത്ഥം നമുക്ക് അതിന്റെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലി, അത് ആരുടെ വാക്കാണ്? വിശ്വാസികൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിച്ച പ്രവാചകനും വിശ്വാസികളും പറഞ്ഞു. എന്ത് പറഞ്ഞു? ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ആരിലും നമ്മൾ തഫ്രീഖും ഒരു വ്യത്യാസപ്പെടുത്തലും ഉണ്ടാക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? കാരണം പലരും ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയാറുണ്ട്, അന്തിമ പ്രവാചകൻ. പ്രവാചകന്മാരിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അഫ്ദലു അൽ ഖൽഖി, അഷ്റഫുൽ ഖൽഖി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊരു വ്യത്യാസപ്പെടുത്തലല്ലേ? ഈ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി എന്ന ഈ ആയത്തിന് വിരുദ്ധമല്ലേ നമ്മൾ പറയുന്നത്? അതിന്റെ മറുപടിയാണ് ഇമാം ഖുർത്തുബി പറയുന്നത്. ഇമാം ഖുർത്തുബി പറഞ്ഞ നമുക്ക് ഇബാറത്ത് വായിക്കാൻ പെട്ടെന്ന്. ഖാല ഇമാം അൽ ഖുർത്തുബിയു ഫിൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ, പ്രശസ്ത തഫ്സീർ പണ്ഡിതനാണ് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ. അൽ ജാമിഉ അർത്ഥം എന്താണ്? സമാഹാരം. ലി അഹ്കാമിൽ ഖുർആൻ, ഖുർആനിലെ വിധികൾ സമാഹരിക്കുന്ന ഒരു ഗ്രന്ഥമാകുന്നു അദ്ദേഹം എഴുതിയത്. ഇമാം ഖുർത്തുബി, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇമാം മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ഖുർത്തുബി, പ്രശസ്ത തഫ്സീർ പണ്ഡിതൻ, മാലിക്കി മദ്ഹബുകാരൻ, ഹിജ്റ 671 മരണപ്പെട്ടു. അദ്ദേഹം എന്താണ് തഫ്സീറിൽ പറയുന്നത്? 3-ാം വാള്യം 409-ാമത്തെ പേജിൽ, വമഅന ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ അർത്ഥം, വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു. അന്നൽ മുഅ്മിനീന, എല്ലാവരും വായിക്കണം, ലൈസു കൽ യഹൂദി വന്നസാറ, വിശ്വാസികൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പോലെ അല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ, ഈ ഉമ്മത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ. ലൈസു, അവർ അല്ല. ആരെപ്പോലെ? കൽ യഹൂദി വന്നസാറ, ജൂതന്മാരെ പോലെയോ ക്രൈസ്തവരെ പോലെയോ അല്ല. എന്താണ് ഈ ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും രീതി? വിശ്വാസത്തിന്റെ രീതി എന്താണ്? അന്നഹും യുഅ്മിനൂന ബിബഅദിൻ വയക്ഫുറൂന ബിബഅദ്,
അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാർ വിശ്വസിക്കണമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ ചിലരിൽ വിശ്വസിക്കുകയും ചിലരിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. ആ രീതി നമ്മൾ വിശ്വാസികൾക്ക് ഇല്ല എന്നാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂൽ എന്നതിന്റെ അർത്ഥം. അപ്പോൾ ചില പ്രവാചകന്മാരെ വിശ്വസിക്കുക, ചില പ്രവാചകന്മാരെ അവിശ്വസിക്കുക എന്ന രീതി നമുക്ക് ഇല്ല. എല്ലാ പ്രവാചകന്മാരിലും നമ്മൾ വിശ്വസിക്കുന്നു എന്നാകുന്നു കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂൽ എന്ന ആയത്തിന്റെ അർത്ഥം. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനാണ്, ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്നാണ് പണ്ഡിതന്മാര് സ്ഥിരീകരിച്ച സംഗതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. വല്ല സംശയമുണ്ടെങ്കിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പൂർത്തീകരണം, ഈ ആയത്തുകളുടെ ഖവാതിമുൽ ബഖറയുടെ പൂർത്തീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം. അതായത് ഇവിടെ ഈ ഖവാതിമുൽ ബഖറ എന്ന് പറയുമ്പോൾ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മറ്റു റിവായത്തുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. നോക്കൂ, നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തല്ലോ, മൻ ഖറഅ ബിൽ ആയതൈനി ഫീ ലൈലത്തിൻ കഫതാഹു, വല്ലവനും ഒരു രാത്രിയിൽ 2 ആയത്തുകൾ മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എന്നതാകുന്നു ഖവാതീമിന്റെ വിശദീകരണം. അറബി ഭാഷയിൽ ചിലപ്പോൾ ദ്വിവചനം, അതായത് 2 കാര്യങ്ങളെക്കുറിച്ച് ബഹുവചന രൂപത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉഅതീതു ഖവാതീമ സൂറത്തുൽ ബഖറ എന്നതിന്റെ അർത്ഥം എന്താ? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 വചനങ്ങൾ, അതാകുന്നു ഇതിന്റെ ഉദ്ദേശം. അതല്ലാതെ 2ൽ കൂടുതൽ എന്ന് അർത്ഥം ഇതിൽ ഇല്ല. വേറെ ചോദ്യം? കഫ യക്ഫി എന്നാണ്. അത് പിന്നെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ്? കഫത്ത്. അതെ, 2 വാക്കുകളും സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കുമ്പോൾ കഫത എന്ന് പറയും. അതെ, യാനി എന്നത് അത് ഫിഅൽ മുദാരിഅാണ്, വർത്തമാനകാലത്തുള്ള ക്രിയയാണ്. ഇങ്ങനെ കൂടുതൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യാനി ഫിഅലാണ്, ഫാഇൽ ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് റസൂൽ അല്ലാഹി, ആമനർ റസൂലു എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹു ആരെയാണ് അർത്ഥമാക്കുന്നത്? റസൂലിനെ. അപ്പോൾ റസൂൽ എന്തായി മാറി? ഒബ്ജക്റ്റായി, മഫ്ഊലായി. മഫ്ഊലിന്റെ അവസാനം എന്താവുന്നു? ഫത്ഹാവുന്നു. അതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഭാവിയിൽ വേറൊരു ഗ്രാമറിന്റെ ക്ലാസ് വെക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം ഖുർആൻ ക്ലാസ് ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നഹ്വിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവുന്നതാണ്. നിങ്ങളെ സഹകരണവും പിന്നെ അതുപോലെ തന്നെ ജാഗ്രതയും അനുസരിച്ചായിരിക്കും കൂടുതൽ ഇൽമ് പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് പലരും പല അസുഖങ്ങളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് പരിഹരിച്ച് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അല നബിയ്യിന റസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.